ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നവരാത്രി വീക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റും അതുപോലെ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരു റെസിപ്പിയാണ് തമിഴ്നാട് സ്റ്റൈൽ പൊങ്കൽ. വളരെ ഈസി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് 1 കപ്പ് അരിയും 1/2 കപ്പ് മസൂർ ദാൽ അല്ലെങ്കിൽ മൂങ് ദാൽ എടുക്കാം. ഇതിലേതെങ്കിലും ഒരു ദാൽ എടുത്തിട്ട് 1/2 കപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഈ ചോറും ഈ ദാലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ട് കുഴഞ്ഞു പോയാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ചോറ് വേവുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി നെയ്ക്കകത്തേക്ക് കുറച്ച് ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ കുറച്ച് കരിവേപ്പില ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് ഇഞ്ചി കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുക. ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയതായിട്ട് ചോപ്പ് ചെയ്ത് അതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ ഇഞ്ചി ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് വരുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ്, ഞാൻ കണ്ടില്ലേ, എനിക്ക് ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് പൊങ്കൽ എപ്പോഴും ഒരു ടേസ്റ്റ്. അപ്പം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തട്ക ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. നെയ്യിൽ നമ്മൾ ഈ ഉണ്ടാക്കിയ ആ ഒരു തട്ക ഉണ്ടല്ലോ, അത് ഈ പൊങ്കലിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ നമ്മളുടെ തമിഴ്നാട് സ്റ്റൈൽ പൊങ്കൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ നവരാത്രിയിൽ കഴിക്കുന്ന ഫുഡിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി പിടിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ മറക്കരുത്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thank you. Bye.